ഹലോ ഫ്രണ്ട്സ്, റീന വീണ്ടും. വെൽക്കം ടു റീനാസ് യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്, എന്നെ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ വിഷയം എന്തായിരിക്കും എന്നറിയാൻ നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്നെനിക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. വേറൊരുത്തരുടെ ജീവിതാനുഭവ രീതികളിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നും പറയുന്നത് പോലെ ആ മുഖവരയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇന്നും ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ സമയത്തിന് വില കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അവരുടെ ഫാമിലിക്ക് വേണ്ടി, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മൾക്ക് അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? പലപ്പോഴും ഞാൻ നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന മറുപടി ഇല്ല എന്നായിരിക്കാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ആൾക്കാരും ഉണ്ടാകാം. ചിലരാകട്ടെ അവർ വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവരുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അവർ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് എന്നതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷേ യൂറോപ്പിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ജോലി സംബന്ധമായിട്ട് വരികയാണെങ്കിലോ നമ്മൾ ഇവിടെ സ്ഥിര താമസമാക്കിയവരാണെങ്കിലോ നമുക്ക് പലപ്പോഴും അതിന് സമയം കിട്ടണം എന്നില്ല. കാരണം ഇവിടുത്തെ ബിസി ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് 40 hours ആണ്. ചിലപ്പോൾ ചിലരാകട്ടെ 2, 3 ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ വേണ്ടി അത്രയധികം കഷ്ടപ്പെടുന്നവരുണ്ടാകാം. ഞാൻ അതിൽ പെട്ടിട്ടില്ല കേട്ടോ. ഞാനൊരു ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഊണില്ലാതെ ഉറക്കമില്ലാതെ ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് വാനമ്പാടികളെപ്പോലെ പറന്നുയർന്ന് അവർ ജോലി ചെയ്ത് അവർ ചിലപ്പോൾ ഉണ്ണാനും ഉറങ്ങാനുമൊക്കെ സമയം കണ്ടെത്താതെ ജോലി ചെയ്യുന്നവരുണ്ടാവാം. കൂട്ടത്തിൽ നിങ്ങളിൽ ചിലരെങ്കിലും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു ജീവിത അനുഭവത്തിൽ, നമ്മൾ ജീവിക്കുന്ന സമയം നമ്മൾ നമ്മുടെ ഉറ്റവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക തന്നെ വേണം. കാരണം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരാവശ്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ നോക്കാനും കരുതാനും നമ്മൾ വിളിക്കുമ്പോൾ ഓടിയെത്താനും നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ആരെയും വെറുപ്പിക്കാതെ എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുമോ? അങ്ങനെ ഒന്ന് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയകരമായിരിക്കാം, അല്ലേ? അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, നിങ്ങൾ ജീവിതത്തെ വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന ഒരു റിക്വസ്റ്റുമായിട്ട് റീന അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരെ നമസ്കാരം, വന്ദനം.